ചിലന്തികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭാരതത്തിൽ ദുർഗാസങ്കല്പത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രം, ചിലന്തി വിഷത്തിന് ചികിത്സ നൽകുന്ന ഒരേ ഒരു ക്ഷേത്രവും ഇതാണെന്ന് തന്നെ പറയാം. ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനായി നിരവധി വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന ത്വക്ക് രോഗങ്ങളും ചിലന്തി വിഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടുകളും കൊണ്ട് മാറിയ നിരവധി അനുഭവ കഥകളും കേൾക്കാനിടയായി. വിശ്വാസങ്ങൾ പോലെ തന്നെ ശക്തമായ ഒരു ചരിത്രവും ഈ ക്ഷേത്രത്തിനുണ്ട്. 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിലും ഇടയിലായി രചിക്കപ്പെട്ട ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകത്തിന്റെ കർത്താവായ കൊടുമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ചെന്നീർക്കര സ്വരൂപത്തിന്റെ അധികാരിയായിരുന്ന ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം. ക്ഷേത്രത്തിൽ തീർത്ഥമായി കൊടുക്കുന്ന മണിക്കിണറിലെ വെള്ളത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. വിഷചികിത്സയിൽ അഗ്രഗണ്യനായിരുന്ന ചെന്നീർക്കര സ്വരൂപത്തിലെ ഒരു നാടുവാഴിയായിരുന്ന രവീന്ദ്ര വിക്രമൻ തന്റെ കാലശേഷം പാരമ്പര്യം പിന്തുടരാൻ ആൺമക്കളില്ലാത്ത വിഷമത്തിൽ തന്റെ പക്കലുണ്ടായിരുന്ന അപൂർവങ്ങളായ മരുന്നുകൾ ക്ഷേത്രത്തിൽ കുഴിച്ചിടുകയും ഇതിൽ നിന്നും ഊറി വരുന്ന ജലമാണ് ക്ഷേത്ര കിണറ്റിലേതും എന്നാണ് ഐതിഹ്യം. ഇതിനുശേഷം തപസ്സിരുന്ന് നിർവ്വാണം പ്രാപിച്ച് രവീന്ദ്ര വിക്രമന്റെ മൂന്നാമത്തെ മകളാണ് ചിലന്തിയമ്മയായി മാറിയത് എന്നും ഒരു വിശ്വാസമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണുള്ള ചിലന്തിയമ്പലം എന്നറിയപ്പെടുന്ന പള്ളിയറ ദേവീക്ഷേത്രമാണിത്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് വിശ്വാസമുള്ള ഒരിടത്തെപ്പറ്റി കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കുന്നു എന്നേ ഉള്ളൂ.